السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. പിർസത്തോ സത്യവിശ്വാസിമാരെ വിശ്വാസിനിമാരെ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബ്ഹാനഹു വതആലರೋ പേടിച്ച് ജീവിക്കുന്നു സ്വന്തത്തെ മറക്കാൻട്ടെ ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങളുടെ എല്ലാവരോട്ടും വസിയത്താക്കിற ഉപദേശിக்கிற റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ പേടിച്ച് ജീവിக்கிற മുത്തഖിമാരെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കാൻ. സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമರು ಜೀವನ ಚರಿತ್ರೆ ವಿಶದೀകരിக்கிறದಾಯೋ ഈ ക്ലാസ്സിലെ 81 ക്ലാസ്സിലെ തിക്ർ ഞങ്ങളെല്ലാവരും കൂടെ ഒട്ടിക്കയറും. ಲಾಸ್ಟ್ ಕ್ಲಾಸ್ല് ഞങ്ങൾ ചെന്ന് നിപ്പാട്ടിയ വിഷയ തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർ പുറത്തേക്ക് പോണ്ടേ തെർലു സംഭവിക്കുന്നതായ കൊറിയ സംഭവമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കി വെച്ചു. ഹിജറ ഒലിമ്പാമത്തെ വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങ തബൂക്ക് വേണ്ടിയിട്ട് പുറത്തവിടാറ്. അങ്ങനെ തബൂക്ക് അവിടെ എത്തുറാറ്. അങ്ങനെ തബൂക്ക് എത്തിയാൽ പിന്നെ അവിടെ എന്തെല്ലാം സംഭവിക്കുക ചൊല്ലുற വിഷയത്തിക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ മനസ്സിലാക്കുക ഉദ്ദേശിക്കും. ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് എത്തുറത്തോളുള്ള വിഷയം ഞങ്ങൾ മനസ്സിലാക്കിയ. ഇനി അവിടെ തബൂക്കിൽ സംഭവിക്കുക എന്താ വെച്ചെങ്കിൽ ഞങ്ങൾക്ക് ഹദീസിൽ കാണ്ടേ ഒരു സംഭവ തബൂക്കിൽ ഇക്കുമ്പോ ഒരു സംഭവം എന്താ വെച്ചെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നാൾ സഹാബിരങ്ങളൊട്ടിಗೆ ചൊന്തു അമാ ഇന്നഹ സതഹുബ്ബുൽ ലൈലത റീഹുൻ ഷദീദ. തബൂക്ക് എത്തിയാൽ പിന്നെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരംഗം എത്ര നാൾ ഇന്നാറ് 20 നാൾ ആ തബൂക്കിൽ ഇന്നാറ്. അങ്ങനെ ആ ഒരു നാളെ ഇടയിൽ ഒരു നാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങളോട് ചൊല്ലറോ ഇണ്ട് ജാവുകു ഭയങ്കര ശക്തമായിട്ട് ഒരു കാത്ത് ബണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വഹീയുടെ മുഖാന്തരം ഇട്ടിക്ക് ചൊല്ലറേ ഇണ്ട് ജാവുകു ശക്തമായിട്ട് ഒരു കാത്ത് ബണ്ട്. അങ്ങനെ ഫലാ യഖൂമന്ന അഹദുൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും എനിക്ക് കുത്തിയറ, എല്ലാവരും കിടന്നിട്ടിക്കൊണ്ടു. ആ കാത്ത് വീസുമ്പോ ഒരാളും എനിക്ക് കുത്തിയറ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു. അതേപോലെ വമൻ കാന മഅഹു ബഈറുൻ ഫല്യഅഖിൽഹു, ആറൊട്ടികളുടെ വണ്ട ഉണ്ട ആ വണ്ടരെല്ലാരും കെട്ടിബേക്കണം. അങ്ങനെ സഹാബിരങ്ങ ചൊന്നാറ് ഫഅഖൽനാഹ, സഹാബിരങ്ങ ചൊല്ലറേ ഞങ്ങളെ ഒണ്ടരല്ല കെട്ടിവെച്ച അണ്ട് ജാവുക ഞങ്ങളെല്ലാവരും ഞങ്ങളെ ടെന്റിൽ വരിഞ്ഞ. അങ്ങനെ എന്തായിട്ട് വഹബ്ബത്ത് റീഹുൻ ഷദീദ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന പോലെ ഭയങ്കര ശക്തമായിട്ട് ഒരു കാത്ത് വീസിത്ത്, ഭയങ്കര വലിയ ഒരു കാത്ത്, ഒരു തൂഫാണ് ഇത്തിക്കര് ആ ഒരു ജാവുകു ബന്നെ. അങ്ങനെ കാത്ത് വന്നപ്പോ എന്തായിട്ട് ഫഖാമ റജുലുൻ, ഒരാള് എഞ്ചി നിണ്ടിത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചൊന്നേ ഒരാളും എനിക്ക് കുത്തിയിറാണ്ടിക്കറ മാത്ര ആ സഹാബി എഞ്ചി നിണ്ടിട്ട്. അങ്ങനെ എഞ്ചി നിണ്ടപ്പോ എന്തായിട്ട് ഫഅൽഖതുഹു ബിജബലി ത്വയ്യ്, ആ സഹാബിരെ ഈ കാത്ത് ബൽച്ചെടുത്തോണ്ടെ സീദാ ത്വയ്യ് ചൊല്ലെ ജബൽ, ത്വയ്യ് ചൊല്ലെ ഗുഡ്ഡക്ക് കൊമ്പയിട്ട ആ സഹാബിരെ ഇട്ടിട്ട് ആ ആളുടെ ഇട്ടിട്ടുണ്ടായിത്തിക്കറ് സഹാബിരങ്ങ ഉദ്ധരിക്കുന്നതായ ഈ ഒരു ഹദീസില് നമുക്ക് മനസ്സിലാക്കുക ഒരു സംഭവം. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആറൊട്ടിയും എനിക്കോ തീര ചൊന്നപ്പ ആ സഹാബി എന്താക്കിയിട്ട് എഞ്ചി നിണ്ടിത്ത്. എന്തിനാ ഒരു കാരണത്തിലായാലും എഞ്ചി നിണ്ടിത്ത്. അപ്പൊ എന്തായിട്ട് ആ കാത്ത് അയാളുടെ എടുത്തോ പോയിട്ട് ഏകദേശം എന്താജി 600 കിലോമീറ്റർ ദൂരമുള്ള ഒരു ഗുഡ്ഡൈറ്റിക്കറ് ആ ജബലു ത്വയ്യ് ചൊല്ലുற ജാഗ ചൊന്തു ഉലമാക്കന്മാർ ചൊല്ലാറ്. അങ്ങനെ 600 കിലോമീറ്റർ ദൂരമുള്ള ആ ഗുഡ്ഡക്ക് കൊമ്പിട്ട് ആ കാത്ത് അയാളുടെ ഇട്ടിട്ടുണ്ടായിത്തിക്കറ് നമുക്ക് ഈ ഹദീസിൽ കാണാൻ സാധ്യം. അപ്പൊ ഇതിൽ നമുക്ക് പഠിക്കുള്ള പാട്ട് എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൽക്കത്തുക്ക് വിരുദ്ധമായിട്ട് നബിയുടെ പൽക്കത്തുക്ക് മുഖാലഫത്തായിട്ട് ആരെങ്കിലും പോയെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ വെച്ചിട്ടേ അങ്ക് അതിർതായി ആ ഒരു എഫക്ട് അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുക ചൊല്ലതായിട്ട് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാണ് അല്ലേ. അത് ചിലപ്പോ ഹിസ്സിയായ രൂപത്തിലേറ്റിക്കൂ, ചിലപ്പോ മാനവിയായ രൂപത്തിലേറ്റിക്കൂ. ഹിസ്സിയായ രൂപം ചൊന്നെങ്കിൽ തടി കൊണ്ടിട്ടു സംഭവിക്കുന്നതായി ഞങ്ങൾ കണ്ണുക്ക് കാണ്ടതായ ഉപദ്രവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പൽക്ക ചൊന്നെങ്കിൽ അതിനെ അനുസരിക്കുന്നു.
നബി ചൊന്ന പൽക്കത്തിക്ക് ഞങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അത് ഒന്ന ഹിസ്സിയായ രൂപത്തിൽ, അതായത് ഞങ്ങൾക്ക് കാണ്ട രൂപത്തിൽ അതിനെ നുക്സാനിക്കൂ, അല്ലെങ്കിൽ മാനവിയായ രൂപത്തിൽ ഞങ്ങൾക്ക് കാണാത്ത രൂപത്തിൽ ഞങ്ങളെ കൽബുക അല്ലെങ്കിൽ ഞങ്ങളെ ಬೇರೆ ഒരു അവസ്ഥല അത് സംഭവിക്കുകയോ ಅದರ ಎಫೆಕ್ಟ್. അപ്പൊ അത് കേട്ട് നബിരെ പൽക്കത്തെ അനുസരിക്കരുത്, எல்லா தாண்டி யார ஹைராய ஒரு விஷயத்திற்கு அதெல்லாம் അനുസരിക്കുന്നു ചൊല്ലതായിട്ടിക്കര് നാം ഗൗരവമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഇത് തബൂക്കിൽ നടന്ന ഒരു സംഭവമായിട്ട് നമുക്ക് ഹദീസിൽ കാണാൻ സാധ്യവും. ഇനി തബൂക്കിൽ ഇക്കര ഇതേ ടൈമില് ഐല ചൊല്ല ഐലരെ, അതായത് ഒരു റായത്തെ പേര്, ആ റായത്തെ ഒരു രാജാവ് ಬಂದು നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താക്കര് ഒരു കത്ത അതേപോലെ ഒരു ഡ്രസ്സ് ഗിഫ്റ്റ് ആക്കുന്നതും നമുക്ക് ചരിത്രത്തിൽ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാജാവരെ ആ ഒരു ഗിഫ്റ്റ് സ്വീകരിക്കര്. അതേപോലെ അങ്കുള്ള ആ ഒരു ജിസിയ, അതായത് അങ്ങ് കൊടുക്കുള്ള ജിസിയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ കയറി എടുക്കര് ചൊല്ലതായിട്ടിക്കര് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധ്യത. കാഫിർമാർ തന്റെ ഗിഫ്റ്റ് നമുക്ക് സ്വീകരിക്കാമോ തീരെ ചൊല്ലുന്ന വിഷയത്തിൽ ഉലമാക്കന്മാർ ഈ ഒരു സംഭവം എന്താക്കാറ് ദലീലായിട്ട് കോമണ്ടാർ. കാഫിർമാർ തന്റെ ഗിഫ്റ്റ് നമുക്ക് എന്താക്കാം സ്വീകരിക്കാ ചൊന്തു ഈ ഒരു സംഭവത്തെ ഉലമാക്കന്മാർ ദലീലാക്കാറ്. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലിക്കര സന്ദർഭത്തിൽ അവിടെ മുട്ടത്തുള്ള ഗോത്രത്തങ്ങളൊಟ್ಟಿಗೆಲ್ಲ നബി എന്താക്കി തിന്ത് കരാറാക്കി തിന്ത് അങ്ക് അവിടെ ഉള്ളതായ ആ ഒരു കരാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്കിയത്. അങ്ങനെ 20 നാൾ തോലും മുസ്ലിമീങ്ങ തബൂക്ക് യുദ്ധത്തിൽ കാത്തു തെച്ചാറ് ആരെ ശത്രുമാറി. അതായത് റോമര് രാജാവ് മദീനത്തേക്ക് ಬಂದು അറ്റാക്ക് ആക്കറൻ ചൊന്നു ഇന്നല്ലേ. അപ്പൊ മുസ്ലിമീങ്ങ അത് കേട്ടിക്കറ് തബൂക്ക് പുറത്തേട്ട് ಬಂದ್ರಿ. അങ്ങനെ തബൂക്ക് ചൊല്ലി ജാഗയിൽ 20 നാൾ തോൽ മുസ്ലിമീങ്ങ കാത്തു തെച്ചാറ്. മാത്രമ ശത്രുമാറ് ഒരാള് പൊടി സമയത്ത് അവിടെ കണ്ടിട്ടില്ല. കാരണം അങ്ങ് പേടിച്ചു പോയാർ. അങ്ങ് വിചാരിച്ചത് ആ റോമര് രാജാവും സൈന്യത്തങ്ങ മുസ്ലിമീങ്ങളെ ആ ഒരു ധൈര്യം ആ ഒരു ശുചാത്തെല്ലാം നോക്കിയിട്ട് അങ്ങ് പേടിച്ചു പോയിന്നാർ. കാരണം ആ രാജാവും ആ റോമർ അങ്ങ് വിചാരിച്ചത് മുഅ്ത യുദ്ധത്തിൽ പിന്നെ മുസ്ലിമീങ്ങ കുടിസൈഡാർ, മുസ്ലിമീങ്ങ സോത്തുറാറ്, മുസ്ലിമീങ്ങ പേടിച്ചിറാറിട്ടേറ്റിക്കര് അങ്ങ് വിചാരിച്ചേ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങ് ಬಂತು മദീനത്തേക്ക് അറ്റാക്ക് ആക്കരേക്ക് മുന്നലേ നബിയെ 30,000 സൈന്യത്തെ എടുത്തോണ്ട് തബൂക്ക് ಬಂದ വിഷയ കേട്ടപ്പ അല്ലെങ്കിൽ തബൂക്കിൽ ಬಂದ വിഷയ കേട്ടപ്പ അങ്ങ് എന്തായിട്ടില്ല, പിന്നെ ധൈര്യം വന്നില്ല. അങ്ങ് യുദ്ധാക്കുക മുസ്ലിമീങ്ങളൊಟ್ಟಿಗೆ വന്നിട്ടില്ല ചൊല്ലതായിട്ടിക്കര് യഥാർത്ഥത്തിൽ നമുക്ക് അവിടെ മനസ്സിലാക്കുക സാധ്യമാണ്. അങ്ങനെ പിന്നെ നമുക്ക് ഹദീസിൽ കാണ്ട് ഒരു നാള് നിസ്കാരയിൽ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിരങ്ങളെ നേർക്ക് തിരിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു വിഷയം ചൊല്ലും. ഇത് തബൂക്കിൽ ഉണ്ടായതായ ആ ഒരു സംഭവം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങളെ ചൊല്ലു, ലഖദ് ഉഅതീതു ലൈലത ഖംസൻ, ഇന്നലെ ജാവുനക്ക് 5 വിഷയ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ത്. മാ ഉഅതിയഹുന്ന അഹദുൻ ഖബ്ലി, നന്റെ മുന്നൽത്തെ ഒരു നബിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാത്തത് അല്ലാഹു 5 വിഷയ നക്ക് തന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങളെ ചൊല്ലു. ആർക്കും കിട്ടാത്തെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നബിമാരും കൂട്ടിയെങ്കിൽ ഒരു നബിക്കും കൊടുക്കാത്ത 5 വിഷയ അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ക് തന്തു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. എന്തിനത് 5 വിഷയ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറേ, അമാ അന ഫഉർസിൽതു ഇലന്നാസി കുല്ലിഹിം ആമ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല നന്റെ കർത്തിരെ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്ക് ഇട്ടിക്കറ്. വകാന മിൻ ഖബ്ലി ഇന്നമാ യുർസിലു ഇലാ ഖൗമിഹി, ആയെങ്ക മുന്നൽത്തെ നബിമാരല്ല അങ്ങനെ കൗമുക ഇട്ടിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല കർത്തിരെ. മാത്രമ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റേ ഇടീ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്ക് ഇട്ടിക്കറ് അല്ലാഹു കർത്തിരെ അല്ലേ. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം റേ സദോം ചൊല്ലുടെ ಜಾಗೆಗೆ ಇಟ್ಟಿಕ್ಕರು ಅಲ್ಲಾಹು ಕಡ್ತೀರಿ. ಹೂದ್ ನಬಿರೆ ಅಂದ್ರೆ ಆದ್ ಸಮುದಾಯಕ್ಕೆ ಇಟ್ಟಿಕ್ಕರು ಕಡ್ತೀರಿ. ಶುಐಬ್ ನಬಿರೆ ಮದಿಯನ್ ಗೋತ್ರ ತನಕ ಇಟ್ಟಿಕ್ಕರು ಕಡ್ತೀರಿ. അതേപോലെ മൂസാ നബിരെ ബനി ഇസ്രായേൽ മാർഗ ഇട്ടിക്കറ് കടത്തിരി. ഈസാ നബിരെ ബനി ഇസ്രായേൽ മാർഗ ഇട്ടിക്കറ് അല്ലാഹു കടത്തിരി. ഇങ്ങനെ ഓരോ നബിമാരോ അങ്ങനെ സമുദായത്തിൽ ഇട്ടിക്കറ് അല്ലാഹു കടത്തിരി. മാത്രമ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്ക് ഇട്ടിക്കറ് അല്ലാഹു കടത്തിരി. സൂറത്തുൽ ആറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന പോലെ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമിയ, ഏ മനുഷ്യന്മാരെ ഞാൻ നിങ്ങൾ എല്ലാവരും നബിയായിട്ടിക്കറ ചൊന്തു നബിരൊട്ടിಗೆ പ്രഖ്യാപിക്കൂ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് കാണു. അപ്പൊ അത് നബിയുടെ ഒരു പ്രത്യേകത ഇട്ടിക്കറ്. അതേപോലെ രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ വനുസിർതു അലൽ അദുവി ബിർറുഅബ,
അല്ലാഹു സുബ്ഹാനഹു തആല നന്റെ സഹായാക്കിര എങ്ങനെ ശത്രുമാരെ മനസ്സിಗೆ പേടിട്ട് കൊടുത്തിട്ടു. വലൗ കാന ബൈനി വബൈനഹും മസീറത ഷഹ്രി ലമുലിഅ മിൻഹു റുഅബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം சொல்றே ശത്രുമാരൊട്ടിಗೆ യുദ്ധத்துக்கு പോകുമ്പത്തുಗೂ ഒരു തിങ്കൾ ദൂരം ഉണ്ട്, അങ്ങോട്ടേക്ക് പോയിട്ട് എത്തുക ഒരു തിങ്കൾ ദൂരം ഇന്നെങ്കും അങ്ങനെ മനസ്സിൽ ഒരു പേടി അള്ളാഹു നന്റെ വിഷയത്തില് ഇട്ടുകൊടുക്കുക ചൊല്ലത്. അത് നബിക്ക് മാത്രമുള്ള ഒരു ഖാസായ വിഷയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു ചൊല്ലത് നമുക്ക് കാണാൻ സാധ്യം അല്ലേ. ബദ്ർ യുദ്ധത്തെ വിശേഷം വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിലെ 12ാമത്തെ ആയത്തിൽ ചൊല്ലുക സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ. കാഫിറായ ആൾമാരുടെ മനസ്സിಗೆ പേടിട്ട് കൊടുക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും മുസ്ലിമീങ്ങളും ശത്രുമാർ മുട്ട പോയിട്ട് എത്തുക ഒർത്തിങ്ങൾ ദൂരിക്കുമ്പോഴത്തേക്ക് ശത്രുമാരുടെ മനസ്സിൽ ഒരു പേടി ബണ്ടത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തതായ ഒരു പ്രത്യേകത അല്ലാഹു എടുത്തു ചൊല്ലുന്നത് കാണും. അതേപോലെ മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലെ വഉഹില്ലത് ലിയൽ ഗനായിമു ആക്കുലുഹാ. നക്ക് ഗനീമത്ത് സ്വത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്നുക ഹലാലാക്കി തന്ന ഗനീമത്ത് സ്വത്ത് എടുക്കുക അല്ലാഹു ഹലാലാക്കി തന്ന ചൊന്നെ യുദ്ധത്തിൽ കിട്ടതായ സ്വത്തു അല്ലെ. യുദ്ധാക്കിയാൽ പിന്നെ ശത്രുമാർ വിട്ടുപോണ്ടതായ ആയുധ അതേപോലെ ബാക്കിന്നതല്ല അത് സ്വീകരിക്കുകയും അതേപോലെ അതിൽ നിന്ന് ലാഭെടുക്കുകയും അതിൽ നിന്നുകൊണ്ട് ഹലാലാക്കിയത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിങ്ങൾക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതേറ്റിക്കർ. വകാന മിൻ ഖബ്ലി യുഅല്ലിമൂന അക്ലഹ. മുനൽത്തെ നബിമാർക്ക് അത് തിന്നരുത് അത് സ്വീകരിക്കരുത് അത് വലിയ തപ്പായിട്ടിന്ത്. കാനു യുഹരിഖൂനഹ. അങ്ങനെന്താക്കി വിന്നാർ ഗനീമത്ത് സ്വത്ര കത്തുപാട്ടി വിന്നാർ. മുനൽത്തെ സമൂഹത്തെ അങ്ങനെന്താക്കി വിന്നാർ യുദ്ധത്തിൽ കിട്ടതായ ഗനീമത്ത് സ്വത്തു ഒരു ജാഗയിൽ ഒട്ടികാക്കിയിട്ട് പിന്നെ ആകാശത്തെ ഒരു തീബണ്ട് ആ തീബന്ത് ആ ഗനീമത്ത് സ്വത്ര കത്തുപാട്ടി വിടുന്നു. മാത്രമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗനീമത്ത് സ്വത്ത് ഹലാലാക്കി കൊടുത്തേ ചൊല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലത് കാണും. അതേപോലെ നാലാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ വജുഇലത് ലി അർദുൽ മസാജിദൻ വതഹൂറ. ഇടീ ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ക് പള്ളിയാക്കി തന്ന അതേപോലെ തഹൂറാക്കി തന്ന ശുദ്ധിയാക്കി തന്ന ചൊന്തേറ്റിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ ഐനമാ അദ്റകത്നി അസ്സലാത്തു തമസ്സഹ്തു വസല്ലൈതു. ನಾನು എവിടെ ഭൂമിയിൽ ഏത് ജാഗയിൽ ഇന്നെങ്കും വദുആക്കിട്ട് അല്ലെങ്കിൽ തയമ്മുമാക്കിട്ട് നിസ്കരിക്കിற അത് നക്ക് മാത്രമുള്ള ഖാസായ വിഷയത്തിക്കർ. വകാന മിൻ ഖബ്ലി യുഅല്ലിമൂന മിൻ ദാലിക്. മുനൽത്തെ നബിമാർക്ക് അത് തീരാന്ത്. ഇന്നമാ കാനു യുസല്ലൂന ഫീ കനാഇസിഹിം വബിഅഇഹിം. അതെ മുനൽത്തെ നബിമാർ അങ്ങനെ പള്ളിയിൽ പോയിട്ട് എന്താക്കി നിസ്കരിച്ചു. ഇന്ന് പള്ളി അല്ലാത്ത ജാഗയിൽ നിസ്കരിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല പെർമിഷൻ കൊടുത്തിട്ടില്ലാന്ത്. മാത്രമാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിങ്ങായ നങ്കൈറ്റിക്കർ അല്ലാഹു എന്താക്കിരെ ദുനിയാവിലെ ഏത് ജാഗ പോയെങ്കും അവിടെ പല്ലില്ലെങ്കിൽ ഒരു ജാഗ സെലക്ട് ആക്കിയിട്ട് ആ ജാഗയിൽ നമുക്ക് എന്താക്കാം നിസ്കരിക്കാം. തന്നില്ലെങ്കിൽ മണ്ണിൽ തയമ്മുമാക്കാം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയുടെ ഉമ്മത്തിങ്ങ കൈറ്റിക്കർ പ്രത്യേകമായിട്ട് തന്നേ. അതേപോലെ അഞ്ചാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ ഖീല ലി സൽ. നന്ദുട്ടിക പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊരു ചൊല്ലറ നീന് കേ ഫഇന്ന കുല്ല നബിയിൻ ഖദ് സഅല. അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ നബിമാർക്കും അല്ലാഹു ഒരു ദുആ കൊടുത്തറ. ആ ദുആക്കെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കറ. മാത്രം എല്ലാ നബിമാരും അങ്ങെന്താക്കിറാറ് ദുനിയാവുലു ആ ദുആ എന്താക്കിറാറ് ആക്കിറാറ്. മാത്രമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പരലോകത്ത് കേട്ട് എന്താക്കി ബാക്കി വെച്ചത്. അങ്ങനെ ഫഅഖർതു മസ്അലതി ഇലാ യൗമിൽ ഖിയാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ ഖിയാമത്ത് നാൾ കേട്ടാണ് ആ ദുആത്തെ അവിടെ വേറെ വെച്ചത്. ഫഹിയ ലക്കും വലിമൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ദുആ നിങ്ങൾക്കുള്ളതും അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷി വെച്ചൻ കേട്ടിക്കറി ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. അതായത് ഷഫാഅത്തുൽ ഉദ്മ പരലോകത്ത് എല്ലാരും അല്ലാഹു എപ്പ ഹിസാബ് എടുക്കറേ ചൊന്തു കാത്തു ദൈക്കിற സന്ദർഭത്തിൽ ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബി ഈസാ നബി ഇങ്ങനെ വലിയ വലിയ നബിമാർ എല്ലാവരും അവിടെ ഇന്തും ആർക്കും ഷഫാത്താക്കുക ചാൻസ് ഇല്ലാണ്ടെ ലാസ്റ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട വന്നപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിക്കറ് ഷഫാത്താക്കറേ. അത് നബിലെ മാത്രമുള്ള പ്രത്യേകത എത്തിക്കറ്. ഇങ്ങനെ 5 പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ക് ഇന്നലെ ജാവുക തന്ന ചൊന്തേറ്റിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തെ സന്ദർഭത്തിൽ ചൊന്നതായിട്ട് നമുക്ക് ഹദീസിൽ കാണാൻ സാധ്യമാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലിക്കും വൈത്തിക്കറ് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തോ
ದೌಮತುಲ್ ಜಂದಲ್ರ ಭಾಗത്ത് കർത്തരെ ഖാലിദ് ഇബ്നു വലീദിനെ വിളിച്ചത്. ഖാലിദ് ഇബ്നു വലീദ് ആർപ്പിടുന്നു യുദ്ധത്തില്, എല്ലാ യുദ്ധാക്കിത്തും ആ യുദ്ധത്തിൽ വിണ്ണായ ഒരാളായിട്ടിക്കര് ഖാലിദ് ഇബ്നു വലീദ്. ആ ഖാലിദ് ഇബ്നു വലീദിന്റെ നേതൃത്വത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ മുട്ടത്തിൽ നിന്ന് ദൗമത്തുൽ ജന്ദൽ ചൊല്ല് ജാഗിಗೆ പോയിട്ട് അവിടുള്ള ഞങ്ങളൊട്ടിಗೆ യുദ്ധാക്കുക വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കർത്തര്. അങ്ങനെ ഖാലിദ് ഇബ്നു വലീദ് അവിടെ പോയിട്ട് ആകുമ്പത്തേക്ക് ആ ദൗമത്തുൽ ജന്ദൽ ഖാലിദ് ഇബ്നു വലീദ് ബണ്ടിട്ട് വിഷയ കിട്ടിയപ്പോ ഞങ്ങൾ ഓർഡറാറ്. അങ്ങനെ ലാസ്റ്റ് ആ റായത്തെ അങ്ങനൊട്ടിಗೆ കൊറിയ ആളിന്നാർ അങ്ങനൊട്ടിಗೆ യുദ്ധ ആക്കിയിട്ട് ലാസ്റ്റ് ആ റായത്തെ രാജാവ് ഉഖൈദിർ ചൊല്ല രാജാവ്, ആ ഉഖൈദിർ രാജാവരെ പിടിച്ചോ പണ്ട്. അങ്ങനെ പിടിച്ചോ വന്നപ്പ അയാളുടെ ബന്ധനത്തിലാക്കര്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇയാളുടെ ബുഡ്രൻ ടാങ്ക് എന്താക്കണു ജിസിയ തരണുണ്ട് കേട്ടപ്പ അവിടുള്ള ആൾമാർ എന്താക്കിയാറ് ഒരു രേഷ്മര ജുബ്ബ രേഷ്മൽ ഉണ്ടാക്കിയതായി സിൽക്കിൽ ഉണ്ടാക്കിയതായി ഒരു ജുബ്ബ കൊടുത്തു കടത്തറാറ്. അങ്ങനെ അതുക്ക് ബദലായിട്ട് ഈ രാജാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കര് വിട്ടുപോടും. അങ്ങനെ ആ രേഷ്മ ആ സിൽക്ക് ജുബ്ബ സഹാബിരങ്ങ ജീവനത്തിൽ കണ്ടിട്ടിക്കാല. കാരണം സഹാബിരങ്ങളുടെ വിഷയം നമുക്ക് വിടുന്നു. അങ്ങ് അറബിരങ്ങ മറുഭൂമിൽ ജീവിച്ചങ്ങ പാവത്തങ്ങ ഹല്ലിന്നങ്ങ ಅಂಕಿ ಈ ಸಿಲ್ಕ್ರೆ അതേപോലെ വലിയ വലിയ ഇതെന്തിന് ബംഗാറ് ബെല്ലി അതെല്ലാം നോക്കിയിട്ട് ആദത്തില്ല. അപ്പൊ സഹാബിരങ്ങ ഈ സിൽക്കിന്റെ ജുബ്ബ നോക്കിയിട്ട് അങ്ങ് അത്ഭുതപ്പെട്ടു പോയ, അങ്ങ് ആശ്ചര്യപ്പെട്ടു പോയ. എന്ത് ചന്തത്തേത്, എന്ത് നല്ലത്, എന്തൊരു ചന്താണ്ടലാക്കിയിട്ട് എല്ലാവരും തൊട്ടു നോക്കിയോണ്ടും അതേപോലെ അതിരിങ്ങനെ ഭാരി ഒരു ചന്തത്തെ പുകഴ്ത്തിയോണ്ടല്ല ഇക്കറാർ. ആ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിരങ്ങളൊട്ടിಗೆ ചൊല്ലേ വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദ് നബിയുടെ നഫ്സ് ആരുടെ കയ്യിലുണ്ട അവണൈത്തിക്കറ് സത്യ, അതായത് അള്ളാഹു ഐത്തിക്കറ് സത്യ. ലമനാദീലു സഅദ് ഇബ്നു മുആദ് ഫിൽ ജന്നതി അഹ്സനു മിൻ ഹാദാ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുരെ ഒരു കർച്ചീഫ് ഇതിരക്കാണ് എത്രമാ ചന്ത ഉള്ളതേറ്റിക്കറ്. സുബ്ഹാനല്ലാഹ്. സഹാബിരങ്ങ ആ ഒരു രാജാവ് സിൽക്കരെ ആ ജുബ്ബ നോക്കിയിട്ട് അങ്ങ് ആശ്ചര്യപ്പെട്ടു ഇക്കുമ്പത്ത് കേട്ടിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ സഅദ് ഇബ്നു മുആദിനെ ആ ഒരു എന്തിന് സ്വർഗത്തിൽ സഅദ് ഇബ്നു മുആദിക്ക് കിട്ടിയതായ ഒരു ചെറിയ കർച്ചീഫ് ഇതിരക്കാണ് എത്രമാ ഹൈറായതും എത്രമാ ചന്ത ഉള്ളതേറ്റിക്കറ് ചൊന്തേറ്റിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സഹാബിരങ്ങളോട് ചൊല്ലും. സഅദ് ഇബ്നു മുആദാർ അയാളുടെ ചരിത്രം ഞങ്ങൾ ഇതുക്ക് മുന്നിൽ ചൊന്നറ അല്ലെ. ഖന്തക് യുദ്ധത്തിൽ കൈക്ക് ബില്ല് ബാണ തറച്ചിട്ട് അതേ എന്തിന് ട്രീറ്റ്മെന്റിൽ ഇക്കരെ ആ സഅദ് ഇബ്നു മുആദ് പറഞ്ഞാല് ഇടീ ചോര ഒൽകിട്ട് അയാൾ മരണപ്പെടും അല്ലെ. ആ സഅദ് ഇബ്നു മുആദ് മരണപ്പെടുമ്പോഴേക്ക് അള്ളാഹുടെ അർശ് കുലുങ്ങരെ. അതേപോലെ 7000 മലക്കുമാർ അയാൾക്ക് വേണ്ടി വന്ന് നിസ്കരിക്കരെ, മയ്യത്ത് നിസ്കരിക്കരെ. അങ്ങനത്തെ സഅദ് ഇബ്നു മുആദിന്റെ വിഷയത്തിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ സഅദ് ഇബ്നു മുആദിക്ക് കിട്ടിയ സ്വർഗത്തെ ഒരു കർച്ചീഫ് അത് ഇതിരക്കാണ് എത്രമാ ഹൈറായതേറ്റിക്കറ്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങളെ ആ ഒരു ദുനിയാവുരൊട്ടിക്കുള്ള ഇഷ്ടത്തെ നബി കുറയ്ക്കരുതായിട്ടിക്കരുത് നമുക്ക് കാണ്ടി. സ്വർഗത്തെ ഒരു കർച്ചിഫ് സമയത്ത് എത്രമാ ഹൈറായത് എത്രമാ ചന്തത്തേത് ചൊന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നാക്കരെ സഹാബിരങ്ങൾക്ക് പടിപ്പാട്ടി കൊടുക്കുന്നതായിട്ടിക്കറ് നമുക്ക് കാണ്ടി. അപ്പൊ ഇതേറ്റിക്കറ് തബൂക്ക് യുദ്ധത്തിൽ നടന്നതായ ഒരു ചെറിയ കൊറിയ വിഷയ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യം. മാത്രമാ തബൂക്ക് യുദ്ധത്തെ റിട്ടേൺ പണ്ട സന്ദർഭത്തിൽ അങ്ങനെ ഇരിയോണാൾ തബൂക്കുಲು നബിയും സഹാബിരങ്ങ അവിടെ ഇക്കറാറ്. അങ്ങനെ ಇಂತ അവിടെ മുസ്ലിം എന്താക്കില്ല യുദ്ധ ആക്കില്ല. യുദ്ധ ಇಲ್ಲ ಅಂಟೆ കാരണം ರೋಬರಂಗ ಬಂತಿಲ್ಲ. അങ്ങനെ യുദ്ധ ಇಲ್ಲ ಅಂಟೆ അങ്ങെന്താക്കാറ് മദീനത്തുക്ക് റിട്ടേൺ പോണ്ടാറ്. അങ്ങനെ മദീനത്തുക്ക് റിട്ടേൺ പോണ്ടേ തെരുളൈട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിൽ നിന്ന് മദീനത്തുക്ക് റിട്ടേൺ പോണ്ട സന്ദർഭത്തില അല്ല പോണ്ട സന്ദർഭത്തിൽ അത് അഭിപ്രായ വ്യത്യാസമുണ്ട്. തബൂക്ക് പോണ്ട സന്ദർഭത്തില അല്ല റിട്ടേൺ പോണ്ട സന്ദർഭത്തില ചൊല്ലുടെ വിഷയത്തിൽ എന്തുകൊണ്ടു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങ സ്വാലിഹ് നബിയുടെ ഗോത്രത്തങ്ങ സമൂത് ഗോത്രത്തങ്ങ ഇന്ന് ഹിജ്ർ ചൊല്ലുടെ ജാഗ്യയിൽ പാസ് ആവുടാർ അല്ലെ. സ്വാലിഹ് നബിയുടെ ഗോത്രത്തങ്ങ ഇത്തിക്കറാറ് സമൂത് ഗോത്രത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാശാക്കിയതായിട്ടിക്കറ് നമുക്ക് ഖുർആനില് അള്ളാഹു സുബ്ഹാനഹു വ തആല പടിപ്പാട്ടിയത് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ഇഞ്ഞതായി റായിട്ടിക്കറ് സമൂത് ഗോത്രത്തങ്ങ് അത് സ്വാലിഹ് നബിയുടെ ഗോത്രത്തങ്ങ ഇട്ടിക്കറാറ്. ആ ഒരു ജാഗ്യയിൽ പാസ്സാവുമ്പത്തുകു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്ർ ചൊല്ലി ജാഗ്യയിൽ പാസ്സാവുമ്പത്തുകു എന്തൊരു സംഭവിക്കറ്
അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കുന്ന ഹദീസിൽ കണ്ട് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലമ്മ നസല അൽ ഹിജ്റ ഫി ഗസ്വതി തബൂക്ക് തബൂക്കിലെ യുദ്ധത്തെ സന്ദർഭത്തിൽ എപ്പ ഹിജറോടെಗೆ ನಂಗ ಬಂದಮ ഹിജറ ചൊന്നെങ്കിൽ സമൂത് ഗോത്രത്തಂಗ ഇന്ന ജാഗെ അവിടേക്ക് ಬಂದಪ್ಪ ಎಂದೈತು അമറഹും അല്ലാ യശ്റബു മിൻ ബിഅരിഹാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചൊന്തു ഊടുള്ള കിണറ്റിലെ തന്നി നിങ്ങൾ കുടിക്കോത്തീരാ വല യസ്തഖൂ മിൻഹ അതേപോലെ ഊടുള്ള എന്തൊരു ഫലവർഗ നിങ്ങൾ തിന്നുകുത്തീരാ അതേപോലെ നിങ്ങളെ ഒಂಟೆಗೆ നിങ്ങൾ കുടിപ്പാട്ട് കുത്തീരാ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചൊല്ലു ഫഖാലു അപ്പ സഹാബികൾ ചൊന്നാറ് ഖദ അജ്ജന മിൻഹാ വസ്തഖീന വസ്തൈഖന നബിയെ ഞങ്ങ അവിടെ ഫുഡ് ഫലവർഗെല്ലാം ഞങ്ങൾ എടുത്തു വെച്ചിട്ടായിര് അതേപോലെ ഞങ്ങൾ തന്നിയെല്ലാം ശേഖരിച്ചിട്ടായിര് ഞങ്ങൾ തന്നിയെല്ലാം എന്താക്കിറ ഞങ്ങളെ എടുത്തേക്ക് ഞങ്ങൾ ബീത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടായിര് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ അങ്ങനെ നബിയോട് ചൊല്ലാറ് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചൊല്ലുന്നേ ഫഅമറഹും അൻ യത്റഉ ദാലിക അൽഅജീന വയുഹരിഖു ദാലിക അൽമാ നിങ്ങൾ ആ കിണറ്റ് എടുത്ത് തന്നി വാപ്പസ് അതിക്ക് ബീത്തോറും അതേപോലെ അവിടെ എടുത്തു വെച്ചതായ അവിടുള്ള ഫലവർഗത്തെ നിങ്ങൾ അവിടെ മുട്ടുപറു അത് നിങ്ങൾ തിന്നണ്ട അവിടെ തന്നി കുടിക്കണ്ട തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് ചൊല്ലറ് കാരണം അവിടെ അള്ളാഹുടെ അദാബെറിഞ്ഞതായ ജാഗയിട്ടിക്കറ് അള്ളാഹുടെ ശിക്ഷ ഇഞ്ഞതായ ജാഗയിട്ടിക്കറ് അങ്ങനെ അവിടെ തന്നി കുടിക്കുന്ന സമയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം തിന്തു ചൊല്ലതായിട്ടിക്കറ് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യത പിന്നെ ഒരു ഹദീസിൽ കാണ്ട് ലമ്മ മർറ ബിൽ ഹിജ്രി സഹാബികൾ ചൊല്ലെ ഞങ്ങൾ ഹിജ്റ ചൊല്ലെ ജാഗിക പാസ്സാവുമ്പൊത്തുകു ഖാല നബി ചൊന്തു ലാ തദ്ഖുലു മസാകിന അല്ലദീന ളലമു അൻഫുസഹും ഇല്ലാ അൻ തകൂനു ബാകീന ഇങ്ങനത്തെ ജാഗ അതായത് അക്രമിമാറിന്റെ ജാഗ അള്ളാഹുടെ ശിക്ഷ ഭൂനതായ ജാഗ ആ ജാഗയിൽ നിങ്ങൾ പാസ്സാവുമ്പൊത്തുകു ബുൽപുടാಂಟೆ പാസ്സാവുತ್ತೀರಾ അൻ യുസീബകും മാ അസാബഹും ಅಂಕ್ ಬಂದದಾಯ ಶಿಕ್ಷೆ ನಿಂಕ್ ಬಂಡ ಚೊಲ್ಲೆ ಪೇಡಿ ಆ ಪೇಡಿಲಿ നിങ്ങൾ ബുൾപുട്ടിട്ടല്ല అంటే ആ ജാഗെಗೆ നിങ്ങൾ പോകുತ್ತೀರಾ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഇത് ചൊന്തു നബി എന്താക്കിയത് ثم تقنع رسول الله صلى الله عليه وسلم بردائه وهو على الرحل നബി വാഹനത്തെ മേലെ വെച്ചിട്ട് നബിയെ തട്ടത്തെ നബി എന്താക്കിയിട്ട് മുഖത്തേക്ക് പൊതിഞ്ഞിട്ട് ثم زجر فاسرع حتى خلف പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ಬೇಗ പാസ് ആയിട്ട് അവിടെ ചെമ്മനാറ നിണ്ടില്ല ಅಂತ ഇത്തിക്കറ് സഹാബിരങ്ങ നമുക്ക് മനസ്സിലാക്കി തണ്ടേ അപ്പൊ ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുമല്ലോ വിഷയ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല അദാബരിക്കതായി അള്ളാഹുടെ ശിക്ഷ വന്നതായ ജാഗെಗೆ ഞങ്ങൾ പോവാൻ ടിക്കറ് ഖൈർ ഉലമാക്കന്മാർ ചൊല്ലാറ് അങ്ങനത്തെ ജാഗയിൽ പോണ്ടെങ്കിൽ ബുൾപിടാಂಟೆ പോകുത്തീരാ ബുൾപുട്ടിട്ടിക്കൊന്നു പോണായി അല്ലെങ്കിൽ അതിൽ കിട്ടതായ പാട്ടത്തെ ബിയർച്ചിട്ട് അള്ളാഹു എത്ര വലിയ സമൂഹത്തെ എത്ര വലിയ റായത്തെ ഇട്ടിക്കറ് അള്ളാഹു നാശാക്കിരെ ചൊന്ത് അതിരെ പാട്ട് ഉൾക്കൊണ്ടിട്ടല്ലാണ്ടെ ഞങ്ങൾ അവിടേക്ക് പോകുത്തീരാണ്ടെ ഇത്തിക്കറ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കന്മാർ ഞങ്ങൾക്ക് വിശദീകരിച്ചിട്ടുണ്ട് അല്ലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ചൊന്ന പോലെ കുൽ സീറു ഫിൽ അർളി നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കൂ ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ കളവാക്കിയതായ ആൾമാരുടെ ആഖിബത്ത് എങ്ങനെ ഇന്തു ചൊന്ത് നിങ്ങൾ നോക്കൂ അപ്പൊ ഞങ്ങൾ അങ്ങനത്തെ ജാഗെಗೆ പോകുമ്പോ എന്താക്കണു അവിടെ ബേജാർ കാട്ടണം അതേപോലെ ഒന്നാ ഞങ്ങൾ ബുൾപുടുകയില്ലെങ്കിൽ ഔഡ്രെ ആ ഒരു പാട്ട് ഞങ്ങൾ ഉൾക്കൊള്ളണം ഔഡ്രെ ആ ഒരു അദാബ് അല്ല ഒരു അദാബ് ಬಂದ ജാഗെ ചൊല്ല ഒരു പേടി ഞങ്ങളുടെ മനസ്സിൽ പറഞ്ഞു ഇനി പോണായിട്ട് ಬಂದಿട്ടായെങ്കിൽ ആയിത്തര ಬೇಗ ഔഡ്രെ ജാഗെ ಖಾಲಿಯಾಕೊಂಡು ചൊല്ലದೆ ಟಿಕ್ಕರು ഞങ്ങ മനസ്സിലാക്കുകയില്ലേ എന്തെന്തേ ആൾമാർ അതൊരു മനോരഞ്ജന ജാഗെ ആക്കിയിട്ട് അതേപോലെ എൻജോയ്മെന്റ് ഒരു ജാഗെ ആക്കിയിട്ട് അവിടെ പോയിട്ട് കൊസിയിലും ചിരിച്ചിട്ടും കളിച്ചിട്ടുമല്ല ബണ്ടതൈത്തിക്കർ അങ്ങനത്തെ ജാഗയിലല്ല നമുക്ക് കാണും അതൊർക്കും തീരാ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിട്ടുള്ള കാര്യത്തിക്കറ് ചൊല്ലുന്ന ഞങ്ങൾ മനസ്സിലാക്കും അപ്പൊ ഇത് തബൂക്ക് ബറമ്പത്തുക അല്ല തബൂക്ക് പോകുമ്പത്തുക നടന്നതായ ഒരു സംഭവം ഇട്ടിക്കറ് ചൊന്തൈത്തിക്കറ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യത അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങ മദീനത്തുക്ക് റിട്ടേൺ വരുമ്പോ മദീന മുട്ടാവുമ്പത്തുകു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങളോട് ചൊല്ലു ഇന്നി മുസ്രിഉൻ ഫമൻ ശാഅ മിൻകും ഫല്യുസ്രി മഈ വമൻ ശാഅ ഫല്യംകുസ് ನಾನು ಬೇಗ ಮದೀನತ್ತಿಗೆ ಪೋಂಡೆ ನನ್ನೊಟ್ಟಿಗೆ ಬೇಗ ಬರೋಕಾವಡಂಗ ಬೇಗ ಬರು ಅದಲ್ಲ ಮೆಲ್ಲೆ ಸ್ಲೋ ಬಂಡಂಕೆಂದಾಕ ಸ್ಲೋ ಬರ ರೆಸ್ಟ್ എടുത്തിട്ട് ಬರ ಚೊಂತು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ സഹാബിരങ്ങൾ ചൊന്തു മാത്രമല്ല സഹാബിരങ്ങൾ എന്താക്കിയാರು നബിരൊಟ್ಟಿಗೆ പോകയിട്ടിക്കറ് സഹാബിരങ്ങൾക്ക് ഇഷ്ട അങ്ങനെ ഫഖറജ്ന ഹത്ത അഷ്റഫന അലൽ മദീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിಗೆ മേಟಿക്കറ്
സഹാബിരങ്ങ ಬೇಗ ಬೇಗ നബിരൊಟ್ಟಿಗೆ മേ പോയാർ. അങ്ങനെ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മുട്ടെത്തുമ്പോ ആ ഉഹുദ് ಗುಡ್ಡ കാണുമ്പോഴത്തേಗೂ നബിരവർ ആദത്തൈത്തിಂತು നബി മദീനത്ത് എത്തിട്ട് ആ ഉഹുദ് ಗುಡ್ಡ കാണുമ്പോഴത്തേಗೂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് ಗುಡ್ಡಗೆ വേണ്ടി ദുആർക്കുറതും അതേപോലെ അത് ഞങ്ങൾ ഇഷ്ടപ്പെടുറ് ഞങ്ങൾ അതിൽ ഇഷ്ടപ്പെടുற ചൊല്ല പൽക്ക ചൊല്ലത് ചമ്മത്തെ വിഷയ ചമ്മത്തെ ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യം. അപ്പൊ ഇതേപോലെ ഉഹുദ് ಗುಡ್ಡ കാണുമ്പോഴത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഹാദിഹി ത്വാബ, ഇത് ത്വാബൈറ്റിക്കർ അല്ലെങ്കിൽ തൊയ്യബൈറ്റിക്കർ ശുദ്ധമായതൈറ്റിക്കർ. വഹാദ ഉഹുദുൻ, ഇതൈറ്റിക്കർ ഉഹുദ് ಗುಡ್ಡ. വഹുവ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഈ ಗುಡ್ಡ ഞങ്ങളെ ഇഷ്ടപ്പെടുറ് അതേപോലെ ഞങ്ങൾ അതിനെ ഇഷ്ടപ്പെടുற ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് ചൊല്ലു. അതേപോലെ പിന്നൊരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചൊല്ലു, ഇന്ന ബിൽ മദീനത്തി അഖ്വാമൻ, മദീനത്തിൽ കുറെ ആൾമാരുള്ളാർ. മാ സിർതും മസീറൻ വലാ ഖതഅതും വാദിയൻ ഇല്ലാ കാനു മഅകും, അങ്ങ് ഒരു ജാഗിഗും ಬಂತಿಲ್ಲ, അതേപോലെ അങ്ങ് ഒരു വാദിഗും ಬಂತಿಲ್ಲ, അതായത് നിങ്ങളൊട്ടിಗೆ അങ്ങ് ಬಂತಿಲ್ಲ, മാത്രമാ അങ്ങ് നിങ്ങളൊട്ടിಗೆ ഇന്ന പോലെ. അതായത് സഹാബിരങ്ങ തബൂക്ക് യുദ്ധത്തിൽ പോയിട്ട് റിട്ടേൺ പണ്ട സന്ദർഭത്തിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി മദീനത്തിൽ കുറെ ആൾമാരുള്ളാറ്, അങ്ങ് നിങ്ങളൊട്ടിಗೆ ಬಂತಿಲ್ಲ ಅಂಟು മാത്രമാ അങ്ങ് നിങ്ങളൊട്ടിಗೆ ഇന്ന പോലെ മേ. അപ്പൊ സഹാബിരൻ കേക്കർ യാ റസൂലല്ലാഹ് വഹും ബിൽ മദീന, അങ്ങ് മദീനത്തിൽ ഇന്തും ഞങ്ങളിട്ടിಗೆ ഇന്ന പോലെ അങ്ങനെ അവരെ. കാല അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി വഹും ബിൽ മദീന, അങ്ങ് മദീനത്തിൽ ഇന്നാറ് ഹബസഹും അൽ ഉദുർ, ആ ഉദുർ കാരണത്തിലേറ്റിക്കർ അങ്ങ് ബറാണ്ടായി എന്തിനാ ഒരു എക്സ്ക്യൂസ് ഇല്ല സബലേറ്റിക്കർ അങ്ങ് നിങ്ങളൊട്ടിಗೆ ബറാണ്ടായിരേ, മാത്രമാ നിങ്ങളൊട്ടിಗೆ ബന്ന കൂലി അങ്കുണ്ടു ചൊന്തേറ്റിക്കർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. അല്ലേ സഹാബിരങ്ങളതില് കുറെ ആൾമാർ രോഗിയുടെ രോഗത്തെ കാരണത്തില അല്ലെങ്കിൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി അലി റളിയല്ലാഹു അൻഹുവിനെ മദീനത്തെ കാര്യം ഏൽപ്പിച്ചിട്ടേറ്റിക്കർ പോയിരേ. അപ്പൊ ഇങ്ങനെ എക്സ്ക്യൂസ് ഉള്ളങ്ങ മദീനത്തിൽ ഉള്ളാറ്, അങ്ങ് നിങ്ങളൊട്ടിಗೆ ಬಂತಿಲ್ಲ ಅಂಟು മാത്ര നിങ്ങളെ കൂലി അങ്കുമുണ്ടു ചൊന്തേറ്റിക്കർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട്. ഇത് ഇസ്ലാമിലെ ഒരു കായികയിട്ടിക്കർ. അതായത് ഒരാൾ ഒരു പ്രവൃത്തി ആക്കുകു ഉദ്ദേശിച്ചിട്ട് ಅದಕ್ಕೆ ಬೇಡമായി എല്ലാ പരിശ്രമം അവൻ ആക്കിയിട്ട് അവന്റെ കാരണത്തിൽ അല്ലാണ്ട് അത് ആക്കുക ആയില്ല ಅಂಟಾയെങ്കിൽ ಅವನು അത് ആക്കി കൂലിയേറ്റിക്കർ അവന് ഗുല്ലേ. അത് ഇസ്ലാം ഒരു കായികയിട്ടിക്കർ. ഞങ്ങ ഒരു നല്ല ഒരു അമലാക്കു വിചാരിച്ച ಅದಕ್ಕೆ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ച മാത്ര നന്റെ കാരണത്തിൽ അല്ലാണ്ട് അത് ആക്കുക ഇല്ല, അങ്ങനെ സബലു അത് ആക്കി കൂലിയേറ്റിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കൊടുക്കറേ. അതേപോലെ ഒരു പ്രവൃത്തി ഞങ്ങൾ എപ്പം ആക്കിയുള്ള ഒരാൾ അത് തപ്പിപ്പോയിട്ട് യന്ത്രമ ഒരു കാരണത്തിൽ ഒരാൾ അത് തപ്പിപ്പോയെങ്കിൽ അത് ആക്കിയ കൂലിയേറ്റിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തും കാരുണ്യമായിട്ടിക്കർ ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വിഷയത്തിക്കർ. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തിൽ റിട്ടേൺ ബണ്ടേ ആ ഒരു മുട്ട എത്തുമ്പോ ഉള്ളേ സന്ദർഭത്തിലേറ്റിക്കർ ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമം സഹാബിരങ്ങും മദീനത്തിൽ എത്തിയപ്പ മദീനത്തെ ആൾമാറ് നബിയും സഹാബിരങ്ങൾ എന്താക്കിയാറ് സ്വാഗത്താക്കിയാറ്. കാരണം നബി പോയിട്ട് എത്രമാ നാല് പിന്നീട്ടിക്കർ മദീനത്തുക്ക് ബണ്ടേ. അപ്പൊ മദീനത്തുക്ക് ബണ്ട സന്ദർഭത്തിൽ മദീനത്തിലുള്ള ആൾമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങളെ സ്വാഗത്താക്കിയാറ്. ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈന മദഅ ലില്ലാഹി ദാഇ. ഇത് ഈ ഒരു സന്ദർഭത്തിലേറ്റിക്കർ ഈ പാട്ട് പാടിയിട്ട് അങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങളും സ്വാഗത്താക്കിയതേ ചൊന്തു പ്രബലമായ അഭിപ്രായമായിട്ട് അല്ലെങ്കിൽ യാറത്തെ ഉലമാക്കന്മാരെ അഭിപ്രായമായിട്ട് നമുക്ക് കാണാൻ സാധ്യം. കുറെ ഉലമാക്കന്മാർ മക്കത്തെ മദീനത്തിൽ വന്നപ്പ ഹിജ്റ വന്നപ്പ ഇട്ടിക്കർ ഈ പാട്ട് പാടിയിട്ട് സ്വാഗത്താക്കിയതേ ചൊന്നങ്ങുള്ളാറ്. മാത്രമാ ഞങ്ങൾ നോക്കു പോയെങ്കിൽ അത് ഈ തബൂക്കിന്റെ ഭാഗത്ത് തബൂക്കിൽ നിന്ന് വന്നപ്പ ഇട്ടിക്കർ ഈ സ്വാഗത്താക്കി. കാരണം സനിയത്തുൽ വദാ ചൊല്ലേ ആ ഗുഡ അത് ഷാമര ഭാഗത്തെ ബറുമ്പ ഇട്ടിക്കർ കിട്ടറേ അല്ലാണ്ട് മക്കത്തെ ബറുമ്പത്തുകല്ല കിട്ടറേ. അപ്പൊ ഇവിടെ സഹാബിരങ്ങൾ പാടുന്നത് മിൻസനിയാത്തിൽ വദാഇ, സനിയ വദാ വാദിൽ നിന്നിട്ടിക്കർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ദ്രെ ചൊന്ത് പാടുമ്പോ അത് ഈ തബൂക്കിന്റെ ഭാഗത്തെ ബറുമ്പ ഇട്ടിക്കർ ചൊന്തിട്ടിക്കർ ഉലമാക്കന്മാർ വിശദീകരിക്കരുത്. വല്ലാഹു അലം. അപ്പൊ ഏതായെങ്കിലും അപ്പ ഇത്തിക്കർ ഞങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചൊന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തേക്ക് വന്നപ്പ ഇത്തിക്കർ എന്തിനെ മസ്ജിദുൽ ദിറാർ ചൊല്ലേ ആ ഒരു പള്ളി ആ പള്ളിയിൽ നിസ്കരിക്കുക മുനാഫിക്കുമാർ എന്താക്കരെ ബന്ത് ആവശ്യപ്പെടുന്നത്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിൽ പോകുമ്പോൾ ആവശ്യപ്പെട്ടുന്നാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു ചൊന്നേ നാ ഒരു യുദ്ധത്തിക്ക് പറത്തയിലെ
അവിടെ ನಾ ರಿಟರ್ನ್ ಬಂದಿಲ್ പിന്നെ എന്താക്കര ഈ മസ്ജിദുൽ ദിറാറില് ഞാൻ നിസ്കരിക്കില്ല ചൊന്തിന്ത് അങ്ങനെ നബി റിട്ടേൺ വന്നപ്പ നബിക്ക് എന്താക്കിയത് അള്ളാഹ് ഒരു വഹി ബന്ത് അല്ലേ ആ പല്ലിൽ അങ്ങ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ആൾമാരെ ഫിർക്കാക്കുകയും ഉപദ്രാക്കുകയും അതേപോലെ കുഫുറെ പല്ലി ഏറ്റിക്കറ് ചൊന്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊന്തു പിന്നെ നബിരോട്ട് എന്തിട്ടുന്നെ ലാ തഖും ഫീഹി അബദ അവിടെ നിങ്ങൾ എന്താക്കുത്തീര നിസ്കരിക്കുത്തീര ಅಂತ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊന്തു. അപ്പൊ ಅದರ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കറ് മസ്ജിദുൽ ദിറാറെ വടിക്കുകയിട്ട് രണ്ട് സഹാബിമാരെ വിളിച്ചിട്ട് നബി ഓർഡർ ആക്കറ്. അങ്ങനെ ആറുള്ളത് മാലിക് ഇബ്നു ദുഖ്ഷും അതേപോലെ മഅൻ ഇബ്നു അദി ഇങ്ങനെ രണ്ട് സഹാബികളെ വിളിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കറ് ആ മസ്ജിദുൽ ദിറാറെ വടിക്കുകയിട്ട് നബി ഓർഡർ ആക്കറ്. അങ്ങനെ സഹാബിരങ്ങ പോയിട്ട് ആ മസ്ജിദുൽ ദിറാർ അവിടെ വടിച്ചു ബുഡ്രാറുണ്ടായിത്തിക്കറ് നമുക്ക് കാണും. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീത പല്ലിക്ക് പണ്ട് മസ്ജിദുൽ നബവിക്ക് പണ്ട് മസ്ജിദുൽ നബവി വന്ന് ജനറക്കാർ നിസ്കരിക്കൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആദത്തേക്ക് അതായത് ഒരു സഫർ പോയിട്ട് റിട്ടേൺ ഔത്തു പണ്ട് ടൈമിൽ സീത ഔത്തുക്ക് പോയിട്ടില്ല ಅಂತ ഫസ്റ്റ് പല്ലിക്ക് പോയിട്ട് ജനറക്കാത്ത് നിസ്കരിക്കരുത് നബിരെ ഒരു ആദത്തേക്ക്. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കര് പള്ളി പോയിട്ട് ജനറക്കാത്ത് നിസ്കരിക്കരുത്. ആ നിസ്കരിച്ചാൽ പിന്നെ യുദ്ധത്തിക്ക് ബറാത്തെ മുനാഫിക്കുമാർ അങ്ങ് എന്തേ ಬಂತಿಲ್ಲ ಅದಕ್ಕುள்ள ಕಾರಣ ಎಂದ್ರೆ ಚೊಂತು ಓರೋ ಮುನಾಫಿಕುಮಾರ್ ಬಂತು ನಬಿರೊಟ್ಟಿಗೆ ಕಲವು ಚೊನ್ನು ಇನ್ನಾರು ನಂಗೆ ಇನ್ನ ಕಾರಣത്തിൽ ನಾ ಬಂತಿಲ್ಲ ಇನ್ನ ಕಾರಣത്തിൽ ಬಂತಿಲ್ಲ ಚೊಂತು ಮುನಾಫಿಕುಮಾರ್ ഒരു കലവ് ചൊന്തു പോയിട്ടിന്നാറ് നബി അങ്ക് മാഫാക്കി കൊടുത്തോ എന്ത് അവിടെ ഇത്തിക്കറ് കാബ് ഇബ്നു മാലിക്കിന്റെ ചരിത്ര നമുക്ക് മനസ്സിലാക്കുകയില്ലേ. കാബ് ഇബ്നു മാലിക് അവിടെ പ്രസിദ്ധമായ ഒരു ചരിത്ര നമുക്ക് മനസ്സിലാക്കുകയില്ല. അവിടെ ഇത്തിക്കറ് ഇയാള് കാബ് ഇബ്നു മാലിക് എന്തല്ല മുനാഫിക്കല്ല, അയാൾ മുഅ്മിനൈറ്റിക്കറ്. മാത്ര അയാളൊട്ടിಗೆ സംഭവിച്ച ഒരു തപ്പൈറ്റിക്കറ് ಅಂದ್ರೆ തബൂക്ക് യുദ്ധത്തിക്ക് പോവാണ്ട് തെച്ചത്. ആ തപ്പ് അയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടി ബന്ത് ചൊല്ലുന്നതും അതേപോലെ അതിൽ പിന്നെ അയാൾക്ക് കിട്ടുന്നതായ ആ ശിക്ഷ അത് സുദീർഘമായ ഒരു ഹദീസെത്തിക്ക് സുദീർഘമായ ഒരു സംഭവം എത്തിക്കറ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക. കാബ് ഇബ്നു മാലിക് ആ ഒരു സംഭവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവന ചരിത്രത്തെ കൃത്യമായിട്ട് പഠിക്കുകയും അതിൽ കിട്ടുന്ന പാഠത്തെ ഉൾക്കൊള്ളുകയും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.